أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا صدق الله العظيم. സൂറത്തുൽ കഹ്ഫ് 51. മാ അഷ്ഹത്തുഹും, ഷഹിദ സാക്ഷിയായി, അഷ്ഹദ സാക്ഷിയാക്കി, അഷ്ഹത്തു ഞാൻ സാക്ഷിയാക്കി, മാ അഷ്ഹത്തുഹും ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ഖൽഖസ് സമാവാത്തി ആകാശങ്ങളുടെ സൃഷ്ടിപ്പിന്, വൽ അർളി ഭൂമിയുടെയും, വലാ ഖൽഖ അൻഫുസിഹിം അവരുടെ നഫ്സുകളുടെ അഥവാ അവരുടെ തന്നെ സൃഷ്ടിക്കും. വമാ കുന്തു ഞാനല്ല, മുത്തഖിദ സ്വീകരിക്കുന്നവൻ, അൽ മുളില്ലീന വഴിതെറ്റിക്കുന്നവരെ, അലുദ സഹായി ആയിട്ട്. മുകളിലെ ആയത്തിൽ പിശാചിനെയും അവൻ്റെ ദുര്യത്തിനെയുമാണോ എന്നിട്ട് നിങ്ങൾ വലിയുകളായി സ്വീകരിക്കുന്നത്? അക്രമികൾക്ക് അള്ളാഹുവിനെ വിട്ടിട്ട് പകരം കിട്ടിയിരിക്കുന്നത് എത്ര മോശം സാധനത്തിനെയാണ് എന്ന ചോദ്യമാണല്ലോ ചോദിച്ചത്. ഇനി അള്ളാഹു ഒരൽപ്പം പരിഹാസ സ്വരത്തിൽ പരാമർശിക്കുകയാണ് ഈ ദൈവങ്ങളുടെ, അല്ലെങ്കിൽ ഈ നിഷേധികൾ വലിയാക്കിയിട്ടുള്ള പിശാചുക്കളുടെ അവസ്ഥയെപ്പറ്റി. മാ അഷ്ഹത്തുഹും ഖൽഖസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആകാശത്തും ഭൂമിയിലൊക്കെ വലിയ സ്വാധീനമുള്ളവരാണ് ഇവർ എന്നാണ് ചിലർ ധരിക്കുന്നത്. എന്നാൽ അവയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് കണ്ടു നിൽക്കാൻ പോലും അവരെ വരുത്തിയിട്ടില്ല. സാക്ഷിയാക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഏതെങ്കിലും നിലക്ക് അവർ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഒന്നും നിർമ്മിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും നിലക്ക് പങ്കുവഹിച്ചിട്ടുമില്ല എന്നുമല്ല, ഇത് ഉണ്ടാക്കുമ്പോൾ കണ്ടു നിൽക്കാൻ പോലും അവരെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരോട് കൂടിയാലോചിച്ചിട്ടില്ല പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരുവിധ സ്ഥാനവുമില്ലാത്ത സാധനങ്ങളെയാണ് നിങ്ങൾ വലിയുകളായി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. വലാ ഖൽഖ അൻഫുസിഹിം അവരുടെ തന്നെ സൃഷ്ടിപ്പിനുമില്ല, അഥവാ അവരുടെ തന്നെ സൃഷ്ടിപ്പിനും അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ആകാശവും ഭൂമിയും പോട്ടെ, അവരെ ഉണ്ടാക്കുമ്പോൾ അവരെ സാക്ഷിയാക്കിയിട്ടില്ല. മനുഷ്യരായ നമുക്കറിയാലോ, അല്ലാഹു തആല ഒരു സൃഷ്ടിയെ ഉണ്ടാക്കുമ്പോൾ അത് അതിനോട് ചോദിക്കുന്നില്ല അതിനെ ഉണ്ടാക്കട്ടെ എന്ന്. പകരം ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അവൻ ഉദ്ദേശിച്ചതിനോട് കുൻ എന്ന് പറയുകയാണ് ചെയ്യുക, അപ്പോഴത് ഉണ്ടാകും. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അല്ലാതെ അതിനോട് ചോദിക്കുന്നില്ല. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരായ നമുക്കിത് നന്നായിട്ട് അറിയാലോ. നമ്മൾ എവിടെ ജനിക്കണമെന്നോ, ആരുടെ മകനാകണമെന്നോ, അല്ലെങ്കിൽ ആണാകണോ പെണ്ണാകണോ എന്നോ, നമ്മുടെ നിറമോ, നമ്മുടെ ശരീരപ്രകൃതമോ, നമ്മുടെ മാനസിക സവിശേഷതകളോ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ അഭിപ്രായത്തിനോ ആലോചനയ്ക്കോ താല്പര്യത്തിനോ വിധേയമായി നടത്തിയിട്ടില്ല. നമ്മുടെ നാട്, നമ്മുടെ കാലം, നമ്മുടെ മാതാപിതാക്കൾ, ഇങ്ങനെ തുടങ്ങി എല്ലാവിധ വിശദാംശങ്ങളും അല്ലാഹു തആല സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണ്, നമ്മുടെ വിരലടയാളം, നമ്മുടെ മണം, ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷെ ഒന്നുപോലും നമ്മുടെ അഭിപ്രായം പരിഗണിച്ചോ താല്പര്യം നോക്കിയോ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല,
അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊട്ട് അറിഞ്ഞിട്ടുമില്ല. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അവനാണ് അവനുദ്ദേശിക്കുന്നത് പോലെ ഗർഭപാത്രങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആൽ ഇംറാനിൽ. അങ്ങനെ അള്ളാഹു അവന് തോന്നുന്നത് പോലെ രൂപപ്പെടുത്തിയതാണ് ഇത്രയും കരുത്തനായ ബുദ്ധിയുള്ളവനായ മനുഷ്യൻ പോലും. എന്നിട്ട് അതിൽ ചില മനുഷ്യരെയോ അല്ലെങ്കിൽ ജിന്നുകളിൽ ചിലരെയോ അതുപോലെ വേറെ വല്ല ജന്തുക്കളിലോ ഒക്കെ പെട്ടതിനെയോ അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു സ്ഥാനവുമില്ലാത്ത അവരെ ആരാധനാമൂർത്തികളായിട്ടും അതുപോലെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന നേതാക്കളായിട്ടും ഒക്കെ മനുഷ്യർ കയറ്റി വെക്കുകയാണ്. അതൊരിക്കലും ബുദ്ധിപരമല്ല എന്ന് സമർത്ഥിക്കാൻ അല്ലാഹു തആല ചെയ്യുന്ന പണി അള്ളാഹുവിൻ്റെ ഒരു നിലപാട് പറയുകയാണ്. വമാ കുന്തു മുത്തഖിദൽ മുളില്ലീന അലുദ. വമാ കുന്തു ഞാനല്ല, മുത്തഖിദ് ഇത്തഖദ സ്വീകരിച്ചു, മുത്തഖിദല്ല ഞാൻ. എന്ത് മുത്തഖിദ്? അൽ മുളില്ലീന, ലാല് വഴി തെറ്റിയവൻ, മുളില്ല് വഴി തെറ്റിക്കുന്നവൻ, അതിൻ്റെ ബഹുവചനമാണ് മുളില്ലൂൻ. അങ്ങനെ വഴിതെറ്റിക്കുന്നവരെ സ്വീകരിക്കുന്നവനല്ല ഞാൻ. എന്തായിട്ട്? അലുദ് എന്നുള്ള വാക്കിൻ്റെ ശരിക്കർത്ഥം മുട്ടുകൈ മുതൽ മുൻകൈ വരെയുള്ള കൈയിൻ്റെ ഭാഗത്തിനാണ് അലുദ് എന്ന് പറയുക. ഉദ്ദേശ്യം സഹായി, അവലംബം എന്നൊക്കെയാണ്. വഴികാട്ടിയെ സ്വീകരിക്കുമ്പോൾ എന്ത് വേണം? നമുക്കറിയാത്ത, നമുക്ക് ഗുണമുള്ള കാര്യത്തേക്ക് അയാൾ നമ്മളെ നയിക്കണം, നമുക്ക് ദിശ ഉണ്ടാക്കി തരണം. എന്നാൽ ഈ നിഷേധികൾ അവർ മനുഷ്യൻ്റെ ജീവിത ആരംഭം മുതൽ തന്നെ വഴിതെറ്റിക്കാൻ നോക്കിയ പിശാച്ചിനെയും അവൻ്റെ കൂട്ടാളികളെയുമാണ്, അവൻ്റെ തലമുറകളെയുമാണ് വലിയായി സ്വീകരിക്കുന്നത്. മറ്റൊരിടത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. സത്യവിശ്വാസികളുടെ വലിയ അല്ലാഹു ആകുന്നു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ നിഷേധികളോ? വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത്, അവരുടെ വലിയുകൾ ദൈവധിക്കാര ശക്തികളാകുന്നു. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, അവർ ഇവരെ ഉള്ള പ്രകാശത്തിൽ നിന്ന് പലവിധ ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരുട്ടിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും അല്ലെങ്കിൽ അവൻ്റെ തലമുറകളെയുമാണ് സത്യനിഷേധികൾ വലിയ അവലംബമായിട്ട് കരുതുന്നത്. അവർ നയിക്കുന്ന കാര്യങ്ങളിലേക്ക് അവരെ നേതാവാക്കി ഇവരവരുടെ പിന്നാലെ ചെല്ലുന്നു, അല്ലെങ്കിൽ അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്നു, അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഈ വഴിതെറ്റിക്കുന്ന പിശാചിനെയാണ് വലിയ അവലംബമായി കരുതിയിരിക്കുന്നത്. വലിയ അർത്ഥമുള്ള വർത്തമാനമാണ് ആ പറയുന്നത്. കേവലം സഹായികളായി മാത്രമല്ല, ആധുനിക സമൂഹം എല്ലാ നിലക്കും പിശാചിൻ്റെ ചിന്താഗതികളെയാണ് പുരോഗമനമായി കരുതുന്നത്. ഉടുത്ത് നടക്കേണ്ട മനുഷ്യനെ ഉടുക്കാതെ നഗ്നനാക്കി നടത്തുന്ന അത് പുരോഗമനമാണ്. ഇങ്ങ് തുടങ്ങിയിട്ട് മനസമാധാനം കെടുത്തുന്ന ലഹരി, അത് ജീവിതാസ്വാദനമായിട്ടാണ് ഈ പിശാചിൻ്റെ ദുര്യത്ത് കാണിച്ചു തരുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ടും മനുഷ്യൻ വലിയ അവലംബമായി കരുതുന്നത് അത്തരം ശക്തികളെയാണ്. വിഗ്രഹാരാധകരായ ആളുകൾ പ്രപഞ്ചത്തിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത പിശാചിൻ്റെ ദുര്യത്തിനെ, അവരിൽ നിന്നാണ് ഐശ്വര്യവും സുരക്ഷയും എന്നൊക്കെ ആണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കാൻ എന്നെ കിട്ടില്ല. വഴിതെറ്റിക്കുന്നവനെ അവലംബമായി സ്വീകരിക്കുന്നവനല്ല ഞാൻ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരമില്ലാത്ത, കഴിവില്ലാത്ത ആളുകളെ
പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെയോ അവരുടെ തന്നെ സൃഷ്ടിപ്പിനോ ഏതെങ്കിലും നിലക്ക് അവരെ അവലംബിക്കാൻ അല്ലാഹു തആല ഒരിക്കലും മുതിരുകയില്ല. കാരണം അവരതിന് യോഗ്യരല്ല. പക്ഷേ നിങ്ങളങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ധ്വനിപ്പിക്കാനാണ്, പരിഹാസരൂപേണ ധ്വനിപ്പിക്കാനാണ് ഈ പ്രയോഗം അല്ലാഹു തആല നടത്തിയിരിക്കുന്നത്. ഞാനെന്തായാലും അങ്ങനെ ചെയ്യുകയില്ല, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേടാണ് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഹുദയെ അവലംബമാക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസൂലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.